2 ദിവസം മുമ്പ് ഒരു അവിഹിത കേസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തത് എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഒരു പ്രവാസിയുടെ ഭാര്യ മൊബൈൽ ഷോപ്പുകാരന്റെ കൂടെ ഒളിച്ചോടിയില്ല. അത് തന്നെ സംഭവം. ആ പെണ്ണിന്റെ പേര് ഷഹല ഷെറിൻ എന്നാണ്. അവൾ ഒളിച്ചോടിയത് ഭാര്യയും 3 മക്കളുമുള്ള ഒരു മൊബൈൽ ഷോപ്പുകാരന്റെ കൂടെയായിരുന്നു. സൗദിയിലായിരുന്നു ഷഹലയുടെ ഭർത്താവ് ജോലി ചെയ്തിരുന്നത്. അയാൾ നാട്ടിലേക്ക് വരാൻ വെറും ഒരാഴ്ച മാത്രം സമയമുള്ളപ്പോഴാണ് ഇവൾ ഒളിച്ചോടുന്നത്. അതും വെറും കൈയോടെയല്ല പോയത്. 15 പവനോളം സ്വർണം എടുത്തിട്ടാണ് പോയത്. അതിനേക്കാളും ക്രൂരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവാസിയായിട്ടുള്ള മനുഷ്യന് ഷഹലയിൽ ഒരു മകനുണ്ടായിരുന്നു. ആ കുട്ടിയെയും ഇവൾ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പാവം പ്രവാസിന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ഭാര്യയും പോയി, മകനും പോയി. സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്ന സ്വപ്നവുമായിട്ടാണ് അയാൾ വിദേശത്ത് ജോലിക്ക് പോകുന്നത്. കുടുംബത്തിന് വേണ്ടി പോയതാണ്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? സ്വന്തം ഭാര്യ തന്നെ അയാളെ ചതിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ നമ്മൾ സംസാരിച്ചതാണ്. ഇന്നിപ്പോ വീണ്ടും ഈ വിഷയം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒളിച്ചോടി പോയ ഷഹലയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും ഷഹലയെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ യുവതി സംസാരിക്കുന്നത്. അത് പിന്നെ ഒറ്റ സുഹൃത്താവുമ്പോ അങ്ങനെയല്ലേ വരൂ. എന്തായാലും ഷഹലയുടെ ഈ കൂട്ടുകാരിക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ. നിങ്ങൾ ഷഹല അക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിന് നിങ്ങൾ ഒരു സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്നാലും ഒരുപാട് ഈ എന്നാലുമാണ് കുഴപ്പം. അവള് ചെയ്തത് 100% തെറ്റാണ്. എന്നാലും ഈ എന്നാലുമിന് ശേഷം എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ന്യായീകരണമാണ് വരാൻ പോകുന്നത്. പ്രവാസിയായ ഭർത്താവിനെ ചതിച്ച് കടന്നു കളഞ്ഞവളുടെ കണ്ണീരിന്റെ കഥ എന്തായാലും കേട്ടു നോക്കാം. എന്നാലും ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി നോക്കാം. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓ, അത് പറ. അപ്പൊ ആഗ്രഹിച്ച സുഖങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും അല്ലെ ആള് വേറെ സുഖം തേടി പോയത്. ചേടാ, ഈ പാവം സുഖം തേടി പക്ഷിയാണല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ കഴുപ്പത്തിന്ന് വിളിച്ചത്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു മതിപ്പ് തോന്നിപ്പോവാണ്. അവൾക്ക് അത്ര സുഖമൊന്നും കിട്ടിയില്ല പോലും. എന്നാ പിന്നെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് അവളും തീരുമാനിച്ചു. നല്ല ബെസ്റ്റ് പാർട്ടി തന്നെ. ബാക്കി പറഞ്ഞായിരുന്നു. വോയിസ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതരുത് കേട്ടോ ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ലായിരുന്നു അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോകാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞു പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതമായിരുന്നു എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പോൾ നമ്മളെവിടെ പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമ്മൾ അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GPay വരാനില്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിൽ കിട്ടി പറഞ്ഞു ഇതൊന്ന് പേ ചെയ്യോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാൻ ഈ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ഈ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിയിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ള ചോദിച്ച സമയത്ത് പറഞ്ഞില്ല അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല.
അത് ശരി. ആദ്യം മൊബൈൽ ഫോൺ ഇല്ലാത്തതായിരുന്നു പ്രശ്നം, പിന്നീട് മൊബൈൽ കിട്ടി, അപ്പൊ അടുത്ത പ്രശ്നം തുടങ്ങി, ഗൂഗിൾ പേ ഇല്ല പോലും. അല്ല, എന്താണ് ഷഹലയുടെ കൂട്ടുകാർ ഉദ്ദേശിക്കുന്നത്? അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിച്ചതാണ്. ഷഹല ഒളിച്ചോടാനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. മൊബൈൽ ഇല്ല, ഗൂഗിൾ പേ ഇല്ല, ഇതൊക്കെയാണ് ഒളിച്ചോടാനുള്ള കാരണം. അതും ഭാര്യയും 3 മക്കളും ഉള്ള ഒരുത്തിന്റെ കൂടെ. ബെസ്റ്റ്. ഗൂഗിൾ പേ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ആക്കണം, മൊബൈൽ ഇല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ പോയി വാങ്ങിക്കണം, അല്ലാതെ ഒളിച്ചോടി പോവുകയല്ല വേണ്ടത്. ഇനി നിങ്ങളുടെ ഭർത്താവ് മൊബൈലും മറ്റും ഉപയോഗിക്കാൻ സമ്മതിക്കാത്ത ആളാണെങ്കിൽ അതിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യുക എന്നല്ലാതെ കാമുകന്റെ കൂടെ ഒളിച്ചോടുകയാണ് വേണ്ടത്. ഇത് നല്ല കഥ. ബാക്കി പറന്തായാലും അവളറിയുന്ന ഒരാളോട് ചോദിച്ചു അവളെ ലൈഫിൽ എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, എന്താ നല്ലൊരു കുടുംബിനിയാന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോ, ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾക്കാണ് ഇപ്പൊ കുടുംബിനി പട്ടം കൊടുക്കുന്നത്. എന്തൊക്കെ കേൾക്കണമെന്ന് നോക്കിക്കേ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ ചിന്തിച്ചു, പിന്നെന്താ ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അവളോട് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ നോക്കണം, പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ പഴയ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവളെ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളതുപോലെ ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ട് അവൾ വോയിസ് ഇടുക. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞേ സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പം എന്നോട് പറഞ്ഞാൽ അതും എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ശരി. സിസ്റ്ററിലോ, അതായത് ഷഹലയുടെ ഭർത്താവിന്റെ പെങ്ങൾ, ആളെത്തിരി കുറച്ച് പ്രശ്നക്കാരിയാണെന്നാണ് ഷഹലയുടെ ഫ്രണ്ട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതൊന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല അല്ലെ. അമ്മായിമ്മ പോരും നാത്തും പോരും ഒന്നും നമ്മുടെ നാട്ടിൽ പുത്തിരിയല്ല. ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇഷ്ടംപോലെ ഉണ്ട്. നാത്തൂന് സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ മരുമകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഭർത്താവിന് ഉപേക്ഷിച്ചുകൊണ്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടെ മാത്രമുള്ള ഒരു പ്രശ്നമാണ് അത്. ഒരിക്കലുമല്ല. നാത്തൂൻ അലമ്പാക്കിയത് കൊണ്ടാണ് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. നാത്തും പോരൊക്കെ മറികടക്കാൻ വേറെ ഇഷ്ടംപോലെ വഴികളുണ്ടല്ലോ, അല്ലാതെ അവഹിതം ഉണ്ടാക്കാൻ പോകലല്ല പോകുമ്പഴി. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഞാൻ ചോദിച്ചു സിസ്റ്ററെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു, സിസ്റ്ററിൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവൾ മേ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇവിടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകും, പൊളിഞ്ഞ് വിളിക്കും, അപ്പോൾ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ആ ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള വീഡിയോ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് അവളുടെ മകൻ ഉണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഹസ്ബൻഡ് ഒന്നും പറയില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചു. പറഞ്ഞു അല്ല, അതിപ്പോൾ നമ്മൾ ആർക്കും ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊക്കെ എന്ത് പറയാനുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റൊക്കെ എപ്പോഴും ആൻറ്റിയാന്ന് തോന്നുന്നു, ആൻറ്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു, അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? അവള് വേറെ വീട്ടിലേക്ക് എല്ലാം കഴിച്ചു കൊടുത്താലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവർക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പറഞ്ഞാൽ അതൊന്നും, അപ്പോൾ നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മിണ്ടാതെ കേട്ട് നിൽക്കുകയുള്ളൂ.
അതൊന്നും അല്ലെങ്കിലും അത്ര വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാത്തുമാരും മരുമക്കളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ മറ്റാൾ സഹായിക്കും, അതുപോലെ തിരിച്ചും ചെയ്യും. കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നിർബന്ധിച്ച് ചെയ്യിക്കുന്നുണ്ടോ എടങ്ങാറാക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കുന്നൊന്നും വലിയ പ്രശ്നമായി പറയാൻ പറ്റൂല. ബാക്കി പറയുന്നതായാലും പിന്നെ ഒരു ദിവസം കുറെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ചു സമയത്ത് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത് അപ്പം പറഞ്ഞു ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, പക്ഷെ മറിച്ച് ഹസ്ബൻഡ് എന്താ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിന് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒന്നിനും അവള് ഇറങ്ങില്ല. കാരണം മേബി ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ അതിപ്പോൾ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. എന്താ എല്ലാ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നമാണ്. എപ്പോഴും ഇപ്പോൾ ഇതിലേ പോണ എന്താ പൈസയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ സഫർ ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞ വീട് പണിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്. അപ്പോൾ ഒന്ന് ഗൾഫിൽ പോകണോ, ഗൾഫിൽ പോയാലെന്തെല്ലാം സെറ്റ് ആവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇതിനെല്ലാം നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് താല്പര്യമില്ല പോകാൻ. അപ്പം പിന്നെ ഞാനങ്ങനെ പറഞ്ഞേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ പ്രശ്നങ്ങൾ മാറാനല്ലേ എനിക്ക് ആ ഷെഡിൽ ഞാൻ പറഞ്ഞില്ല ആ ഷെഡിൽ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ തന്നെ ഈ വീടിന് ഇപ്പോൾ നിൽക്കുന്ന ഷെഡിന് ഒരു അടിച്ചുറപ്പില്ല. അപ്പം എന്തെങ്കിലും ആക്കി ആ വീട്ടിലെ ഒരു റൂമെങ്കിലും വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മാറാൻ ശ്രമിക്കണം, അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടം തയ്ച്ച രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. എന്താ എപ്പോഴും എന്തിനൊക്കെ ആഗ്രഹിച്ച് എവിടെ എത്താൻ പറ്റാത്ത. പക്ഷെ ഒരിക്കലും ഒരു ഹസ്ബൻഡിനെ കുറ്റം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. അല്ലെ ഹസ്ബൻഡ് ചെയ്തു. ഹസ്ബൻഡ് മൊത്തത്തിൽ ഒരു സൈലന്റ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു വോയിസ് എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അവിടുന്ന് പോലും എന്താ അങ്ങനെ പോലെ ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ കേട്ടല്ലോ, എല്ലാരും ശരിക്കും കേട്ടല്ലോ. ഹസ്ബൻഡിനെ കുറിച്ച് ശൈല എന്നെ വരെയും ഒരു കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. ഹസ്ബൻഡ് ഒരു സൈലന്റ് മനുഷ്യനാണ്, ഹസ്ബൻഡ് ആളൊരു പാവമാണ്. അപ്പൊ പിന്നെ എന്തായിരുന്നു പ്രശ്നം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശൈല തന്റെ വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന കൂട്ടുകാർ തന്നെ പറയുന്നു ശൈലയുടെ ഭർത്താവ് ഒരു പാവമായിരുന്നു എന്ന്. അങ്ങനെ പാവമായിരുന്ന ഒരു ഭർത്താവിനെയാണ് ഇവിടെ ചതിച്ചത്. എന്തിനു വേണ്ടി? നാത്തും പ്രശ്നക്കാരി ആയതുകൊണ്ടാണ് ശൈല ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോയത്. അങ്ങനെയെങ്കിൽ നാത്തും പോലും കാരണം അവീതം ഉണ്ടാക്കാൻ പോയ ചരിത്രത്തിൽ ആദ്യത്തെ വനിത എന്ന ബഹുമതി ശൈലക്ക് കൊടുക്കേണ്ടി വരും. കൊട്ടും കുരവയും പാട്ടും വളയും ഒക്കെ ആയിട്ട് നമുക്ക് അവളെ സ്വീകരിക്കാം. ഇതിപ്പോ ശൈലയുടെ ഫ്രണ്ട് ശൈലയെ ന്യായീകരിക്കാൻ വന്നിട്ട് അവസാനം ശൈലക്ക് തന്നെ പാരായല്ലോ. ബാക്കി പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സിസ്റ്ററിലായിരിക്കും അവളുടെ ഇഷ്യൂ എന്നുള്ളത്. കാരണം ഞാൻ എന്താ അങ്ങനെ മോൻ പറഞ്ഞ വോയിസും അതേപോലെ അവളവിടെ പണിയെടുക്കാൻ പോയ രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ വോയിസും കൂടി കൊണ്ട് ഞാൻ കണക്ട് ചെയ്തു. അത് ശരിയാവാന്നല്ല ശരിയാണ്. പിന്നെ അതുപോലെ എന്നോട് ഞങ്ങൾ രണ്ടുപേരെയും കോമണായിട്ട് അറിയുന്ന ഒരാളെന്നോട് പറഞ്ഞു ഈ ശൈല ഒന്നിൽ വരില്ല, അപ്പൊ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും വരില്ല, പഴയ പോലെ അല്ല, എല്ലാത്തൊന്നും മാറി നിൽക്കും, മേ ബി പിശുകൊണ്ടാവാന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല. ഓരോരുത്തരുടെ ലൈഫിന്റെ സിറ്റുവേഷനും ഓർക്ക് അറിയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ ലൈഫ് ഞാനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ അതൊക്കെ എന്തെങ്കിലും ഓരോ ജീവിതം ഓരോ രീതിയിലല്ലേ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഫ്രണ്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചു എന്താണ് ശൈലന്റെ ലൈഫ് എന്നുള്ളത്. അപ്പൊ അവളുടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് പേരോടൊക്കെ അന്വേഷിച്ചെന്ന് തോന്നുന്നത് എന്താണെന്നോ എനിക്കറിയില്ല. അപ്പൊ എന്നോട് വന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ശൈല പഴയ രീതിയിലേ അല്ല നീ. അപ്പൊ ഞാൻ അടുത്ത് കണ്ട സമയത്ത് തന്നെ ഒരുപാട് മെലിഞ്ഞു ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്നും ഇപ്പൊ അടുത്തുള്ള സംഭവങ്ങളൊന്നും കേട്ടോ. ഒരു 6 മാസം 7 മാസം മുന്നേ ഒക്കെ ആയിരിക്കും. നഷ്ടം എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ഫോൺ ജസ്റ്റ് മാറിയോണ്ട് അല്ലെങ്കിൽ ഞാൻ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ശൈലൻ്റെ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ഓളെ പ്രയാസങ്ങളല്ല ഓളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും കുറ്റപ്പെടുത്തലായിട്ട് ഓൾക്ക് വരെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല.
അപ്പൊ നമുക്കിനെ ചിന്തിച്ചാൽ അറിയാലോ, ഒരു പരിപാടിക്കും വരില്ല, ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല പറയും. ഹസ്ബൻഡിന്റെ വീട്ടിലാന്ന് പറയുമ്പോൾ നമ്മളെ ചോദിക്കൂ എന്താ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു പോന്നാ പോലെ പറയുമ്പോൾ അതൊന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിലുള്ള അല്ലെ, ഞാൻ എല്ലാം മോളെന്ന് സ്വയം തീരുമാനിച്ച പോലെ ആ രീതിയിൽ അങ്ങ് പറയും. അപ്പം തന്നെ കുറേ കാര്യങ്ങളായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സിസ്റ്ററിലോനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ സിസ്റ്ററിനോട് എനിക്കിപ്പോൾ ആസ് എ ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് ആസ് എ സിസ്റ്റർ എനിക്ക് പറയാം, കാരണം ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫ്രണ്ടിനോട് ഇപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കുള്ളൂ, അത് ഷെയർ ചെയ്യുള്ളൂ. അല്ലാതെ അത്ര ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആയാലല്ലേ നമുക്ക് കുറേ കാര്യങ്ങളോട് പറയാൻ പറ്റും. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ വോയിസിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒരിക്കലും ഷെയറയുടെ ഒളിച്ചോട്ടത്തെ 100% ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ദാമ്പത്യ ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭർത്താവിനോട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഭർത്താവിന്റെ അമ്മയോടും പെങ്ങളോടും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം സഹിക്കാവുന്നതിലും അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ ബന്ധം കൂടെ ഒഴിവാക്കാന്നല്ലാതെ അയാളുടെ മകനെയും എടുത്ത് ഒളിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ഞാൻ ഒരിക്കലും സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ലഘൂകരിക്കുകയല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ എപ്പോഴും നിൽക്കാറുള്ളത്. പക്ഷെ അവിഹിത ബന്ധത്തിലേക്ക് പോകാനുള്ള ന്യായീകരണമായിട്ട് ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. ഷെയറയുടെ കേസിൽ ഭർത്താവ് ഒരു പാവമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. രണ്ടു പേർക്കിടയിലുള്ള കാര്യമാണ്. ഭാര്യയും ഭർത്താവും മാത്രമുള്ളപ്പോഴുള്ള ഒരാളുടെ സ്വഭാവവും അയാൾ സമൂഹത്തിൽ കാണിക്കുന്ന സ്വഭാവവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ ഒരു ഫാക്ടർ അല്ല. ഭർത്താവ് പാവമാണെങ്കിലും അല്ലെങ്കിലും ഷെയർ ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. ഇനിയിപ്പോ ഭർത്താവ് പാവമല്ല എന്ന് വെച്ചോ, അങ്ങനെയെങ്കിൽ ഭാര്യയും 3 മക്കളുമുള്ള ഒരുത്തനെ കൂടെ ഒളിച്ചോടിയതിന് എന്ത് ന്യായീകരണമാണ് പറയാൻ കഴിയുക? എല്ലാത്തിനും ഒരു മര്യാദയൊക്കെ വേണ്ടേ? രണ്ടുപേര് അവരുടെ കടിയും കഴുപ്പും മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇവിടെ വഴിയാധാരമായത് 2 കുടുംബമാണ്. അതാരും മറക്കരുത്. എന്തായാലും അതിനിടയിൽ ഷെയലയും കാമുകനുമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു CCTV ഫുട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം നിർത്താം. ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവളെ അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. അപ്പൊ ഷെയലയും കാമുകനുമാണ് ആ CCTVയിൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ മുഖമൊന്നും അത്ര വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അത് ഇവര് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ആണെങ്കിലും അല്ലെങ്കിലും അതിനിവിടെ വലിയ പ്രസക്തി ഒന്നുമില്ല. അവരവരുടെ പാട്ടിന് പോയി, അത്ര തന്നെ. പക്ഷെ ഇവരെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം അവരുടെ കൂടെ ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ട്. അത് നമ്മൾ പരിഗണിക്കണം. ആ കുട്ടിയുടെ സേഫ്റ്റിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഈ കാമുകൻ എന്ന് പറയുന്നവൻ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. കഴുപ്പും കടിയും ഒക്കെ മാറുമ്പോഴേക്കും ഇവന്റെ തനി സ്വഭാവം പുറത്തു വരാൻ പോകുന്നത്. അവൻ ഉപദ്രവകാരിയാണെങ്കിൽ ഒരിക്കലും കുട്ടി അവിടെ സേഫ് ആവില്ല. അപ്പൊ ആ കുട്ടിയെ പിതാവിന്റെ അടുത്ത് എത്തിക്കാനുള്ള നടപടിയെങ്കിലും പോലീസിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പ്രവാസിയായിട്ടുള്ള മനുഷ്യന് അങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടട്ടെ. എന്തായാലും ഇവര് റീസെന്റ് ബാംഗ്ലൂരിൽ എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുട്ടിയെ പിതാവിന് തന്നെ തിരിച്ചു കിട്ടട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.